നമസ്കാരം. അടുത്ത 50 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തിന്റെ തലവര മാറുന്നതിന്റെ തുടക്കമാകും. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ശ്രീ വി ഡി സതീശൻ ഗവൺമെന്റ് വളരെ സീരിയസ് ആണെന്ന് ഓരോ നടപടികളിലൂടെ ബോധ്യമാവുകയാണ്. അധികാരത്തിലേറിയിട്ട് ഏകദേശം ഈ മാസം കഴിയുമ്പോൾ ഒരു 50 ദിവസത്തോട് അടുക്കുകയാണ്. അടുത്ത 50 ദിവസത്തിനുള്ളിൽ മൊത്തം 100 ദിവസത്തിനുള്ളിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി. വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ വളരെ അതിശയിപ്പിക്കുന്ന വേഗതയാണ്. കാരണം നമ്മൾ മുൻ സർക്കാരുകളുടെ വേഗതയും നടപടിക്രമങ്ങളുമായിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വാസ്തവത്തിൽ ഇത് അതിശയിപ്പിക്കുന്ന വേഗതയാണ്. നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട്, തലസ്ഥാനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരുപാടുണ്ട്, 600 ഐറ്റംസ് ഉണ്ട്. അതിനകത്ത് ഞാൻ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ സെയിലിംഗ് കമന്ററിക്ക് യോജിച്ച കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയതാണ് ഞാൻ ആദ്യം അവതരിപ്പിക്കുന്നത്. 2047 വരെയുള്ള കേരളത്തിനായുള്ള ദീർഘകാല സമുദ്രജല ഗതാഗത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. വാസ്തവത്തിൽ ഇതാണ് വേണ്ടത്. നമുക്കൊരു വിഷൻ ഡോക്യുമെന്റ് വേണം. നമ്മൾ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, അത്തരത്തിലുള്ള ബ്രോഡ് ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് മുൻഗണനാക്രമം നിശ്ചയിച്ച് ഓരോ പരിപാടികൾ നടപ്പിലാക്കുക. അപ്പോ അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഇന്നുവരെ ഇല്ല എന്നുള്ളിടത്ത് പലരും പറഞ്ഞിട്ടുണ്ട് മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറയുന്നതല്ലാതെ മൊത്തത്തിൽ കേരളത്തില് മൊത്തമായി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വളരെ ഗൗരവമേറിയ ഒരു പഠനത്തിന് ഈ 100 ദിവസത്തിനുള്ളിൽ തുടക്കമിടും. രണ്ടാമത്തത് നമ്മൾ കാത്തുകാത്തിരുന്ന വിഷയമാണ്. വിഴിഞ്ഞം ബാലരാമപുരം റെയിൽപാത നിർമ്മാണ ഉദ്ഘാടനം, തുറമുഖം മുഖേനയുള്ള ഗേറ്റ്വേ കാർഗോ നീക്കത്തിന്റെ പ്രവർത്തന ആരംഭം എന്നിവ 100 ദിവസത്തിനുള്ളിൽ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. 100 ദിവസം എന്ന് പറയുമ്പോൾ ഇനി 50 ദിവസം കൂടെ ഉള്ളൂ. ഓഗസ്റ്റ് 21 വരെ സമയമുള്ളൂ. അപ്പൊ ജൂൺ തീർന്നു, ഓൾമോസ്റ്റ് തീർന്നു. ജൂലൈ, ഓഗസ്റ്റ് 21, 50 ദിവസം, കൃത്യം 50 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. എനിക്ക് ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ജൂലൈ 18 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ഇടതുമുന്നണി സർക്കാർ നൽകിയ വാഗ്ദാനമാണ്. താങ്കൾ കൂടി പങ്കെടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വെച്ചായിരിക്കാം അന്നത്തെ തിരുവനന്തപുരത്തെ ഒരു MLA ചോദ്യം ഉന്നയിക്കുന്നു. പോർട്ട് വകുപ്പ് മന്ത്രി ഉത്തരം നൽകുന്നത് മാർച്ച് 18, 2025 മാർച്ച് 18 ചോദ്യം ചോദിക്കുമ്പോൾ എന്ന് ഈ ഗേറ്റ്വേ കാർഗോ ആരംഭിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് ഇടതുപക്ഷത്തിന്റെ അന്നത്തെ മന്ത്രി പറഞ്ഞത് 4 മാസത്തിനുള്ളിൽ, അതായത് ജൂലൈ 18 ഗേറ്റ്വേ കാർഗോ ആരംഭിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും തുറമുഖ വകുപ്പ് മന്ത്രിയുമായ അദ്ദേഹത്തോട് പറയാനുള്ളത്, കഴിയുമെങ്കിൽ ജൂലൈ 18 മുമ്പ് ഇത് ആരംഭിക്കണം, ഗേറ്റ്വേ തുറന്നു കൊടുക്കണം. അങ്ങനെ LDF ഗവൺമെന്റിന് ഒരു ചുട്ട മറുപടി നൽകുവാൻ ഒന്നാം തരം ഒരു ആയുധം ഈ ഗവൺമെന്റിന് ലഭിക്കുകയാണ്. അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. കുറെ അധികം കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പരാമർശിച്ചു പോകുന്നു. ചെറുകിട തുറമുഖങ്ങളെ വിഴിഞ്ഞവുമായി ബന്ധിപ്പിക്കുന്ന മിഷൻ സമുദ്ര പ്രകാരമുള്ള ആദ്യ നാഴികക്കല്ലായി കൊല്ലം പോർട്ടിലേക്ക് ഒരു CFS കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ കസ്റ്റംസ് ബോണ്ടഡ് പോർട്ട് എന്ന നിലയിൽ കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കം ആരംഭിക്കുക. ഈ 100 ദിവസത്തിനുള്ളിൽ ആരംഭിക്കും. കൊല്ലത്തുള്ള കശുവണ്ടി ഇറക്കുമതി കയറ്റുമതി വ്യവസായികളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അവരുടെ തുറമുഖത്തെ ഇതുപോലെ ഒരു കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ആക്കുക എന്നുള്ളത്. സെയിലിംഗ് കമന്ററി തന്നെ അതൊരു പ്രത്യേക പരിപാടിയായിട്ട് അവതരിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ളതും ഈ 100 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത്, സ്റ്റേഷൻ പുനർവികസനത്തിനും കണ്ടെയ്നർ യാർഡ് വികസനത്തിനുമായി ബാലരാമപുരത്ത് സദേൺ റെയിൽവേക്ക് ഭൂമി കൈമാറും. KAL കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്
അവരുടെ ഭൂമിയിൽ KSIE കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് MT കണ്ടെയ്നർ യാർഡും CFS പ്രവർത്തനങ്ങളും ആരംഭിക്കും. ഓട്ടോമൊബൈൽ നിർമ്മാണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്പനിയാണ്. അത് ഉപയോഗപ്പെടുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് അവിടെ CFSഉം MT കണ്ടെയ്നർ യാർഡും ആരംഭിക്കും. വിഴിഞ്ഞത്തിന്റെ തെക്കേ അറ്റത്തു നിന്ന് ആരംഭിക്കുന്ന ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്കായി 5 റവന്യൂ വില്ലേജുകളിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതും ഈ 100 ദിവസത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഹൈക്കോടതി തന്നെയും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോട് കൃത്യമായും ഇന്ന ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം, സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കണം എന്ന് ഹൈക്കോടതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുറമുഖ അപ്രോച്ച് റോഡും വരാനിരിക്കുന്ന NH 866 ഔട്ടർ റിംഗ് റോഡ് NH 66 നമ്മുടെ ബൈപ്പാസിലേക്ക് ബന്ധിപ്പിക്കുന്ന തലക്കോടുള്ള ക്ലോവർ ലീഫ് ഇന്റർസെക്ഷനുമായി 100 ദിവസത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കുക. ഇതിന് വേണ്ട ക്ലോവർ ലീഫിന് വേണ്ടിയുള്ള ഏകദേശം 30 ഏക്കറോ മറ്റുമാണ്. അതിനുള്ള സ്ഥലം ഏറ്റെടുക്കലും 100 ദിവസത്തിനുള്ളിൽ 50 ദിവസത്തിനുള്ളിൽ നമുക്ക് അങ്ങനെ പറയാം 50 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുക. വിഴിഞ്ഞം തുറമുഖത്തെ ആസ്പദമാക്കി തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, വ്യവസായം, ടൂറിസം, നിയമം, ജേർണലിസം തുടങ്ങി വിവിധ മേഖലകളിൽ ഉയർന്ന നിലവാരത്തിലുള്ള അവസരങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്ന തരത്തിൽ പ്രത്യേക പദ്ധതികൾ രൂപപ്പെടുത്തി നടപ്പിലാക്കും. അതിന്റെയൊക്കെ തുടക്കം കുറിക്കാനേ പറ്റുള്ളൂ. എന്നാൽ പോലും അത് വളരെ വലിയ കാര്യമായിരിക്കും. വിഴിഞ്ഞം തുറമുഖത്തെ അധിഷ്ഠിതമാക്കിയുള്ള ബങ്കറിംഗ് സേവനങ്ങൾ തിരക്കേറിയ അന്താരാഷ്ട്ര കപ്പൽശാലിന് സമീപമുള്ള തന്ത്രപ്രധാന സ്ഥാനം വിഴിഞ്ഞത്തെ ഒരു പ്രധാന ബങ്കറിംഗ് കേന്ദ്രമാക്കി മാറ്റുവാൻ സാധിക്കും. ഇതിനായി വിസിലിന്റെ 20 ഏക്കർ ഭൂമി IOCLന് കൈമാറുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന് കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ബങ്കറിംഗ് പദ്ധതിക്കായുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവൃത്തികൾ ആരംഭിക്കാവുന്നതാണ്. ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം 100 ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കാവുന്നതാണ്. അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട റെയിൽ, റോഡ് ഗതാഗത പദ്ധതികൾ പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കും. അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട റെയിൽ, റോഡ് ഗതാഗത പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡ് കണക്ടിവിറ്റി ഉണ്ട്, ക്ലോവർ ലീഫ് ഉണ്ട്, ബൈപ്പാസ് തമിഴ്നാടുമായി കണക്ട് ചെയ്യുന്നതുണ്ട്, NH ഇപ്പൊ നിലവിലുള്ള NH ബാലരാമപുരം ഒരു കുപ്പിക്കഴുത്തായിരിക്കുകയാണ്, അത് തമിഴ്നാടുമായി കണക്ട് ചെയ്യുന്ന ഇതെല്ലാം പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ എത്രത്തോളം അത് പറ്റും? അതിന്റെ തുടക്കമിടാം. ബാലരാമപുരം തൊട്ട് പാറശാല വരെ കണക്ട് ചെയ്യുന്നതിന്റെ വേഗത കൂട്ടാം. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കും. ഇത് നമ്മുടെ മുൻ ഗവൺമെന്റുകളുമായി ഇനിയുണ്ട്. ഈവൻ ട്രാൻസ്പോർട്ട് വിഭാഗം പോലും, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പോലും തുറമുഖത്തിന്റെ സാധ്യതകൾ പഠിക്കാൻ അവരും ശ്രമം ആരംഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി ഓരോ വകുപ്പിനും ഇനി തുറമുഖത്തെ ആശ്രയിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള അന്വേഷണത്തിലാണ് ഓരോ ഗവൺമെന്റ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റും വേണം. എനിക്കെല്ലാം വായിച്ചു നോക്കാൻ പറ്റിയില്ല. ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്, ഗതാഗത വകുപ്പ്, റോഡ് നെറ്റ്വർക്ക്, റോഡ് വകുപ്പ്, എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും തുറമുഖത്തിന്റെ പ്രയോജനം വാങ്ങിയെടുക്കാനും കഴിയുന്നതാണ് ഈ പ്രോജക്റ്റ് നൽകുന്ന പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള 50 ദിവസത്തിനകം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ, തുടക്കമിടാനെങ്കിലും കഴിയുമെങ്കിൽ അത് വലിയ നേട്ടമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് നമുക്ക് ഈ ഗവൺമെന്റിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക്, കാരണം അദ്ദേഹമാണ് ഇതിലെ പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യാം. കാരണം നമുക്ക് കഴിഞ്ഞ 10 വർഷത്തെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷത്തെ വളരെ തിക്താനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ മാനസികമായി വല്ലാതെ വേദനിപ്പിച്ച ഒരു കാലമായിരുന്നു കഴിഞ്ഞ 5 വർഷം. അതിൽ നിന്നുള്ളൊരു മോചനവും ആശ്വാസവും ഈ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരു പ്രൊഫഷണലുണ്ട്, ഷാർജ ഗവൺമെന്റിനെ ഉപദേശിക്കുന്ന ഒരു തലസ്ഥാന നിവാസിയുണ്ട്, ശ്രീ അബു സുശീലൻ. അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ് അയച്ചു തന്നത്, ദ റീസെന്റ് സ്റ്റേറ്റ് ബഡ്ജറ്റ് ഇസ് പ്രോമിസിംഗ്. Hope a futuristic master plan would be prepared for a phased implementation for all these
പോർട്ട്, ഷിപ്പ്യാർഡ്, റോഡ്, റെയിൽ, വാട്ടർവേ ആൻഡ് എയർ കണക്ടിവിറ്റി. എനിക്ക് ഗതാഗതത്തിൽ എയർ കണക്ടിവിറ്റി ഒന്നും വായിച്ചു വെക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മദർ വെസലുകളുടെ നിർമ്മാണത്തിനുള്ള ഷിപ്പ്യാർഡ് ആരംഭിക്കും, കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ആരംഭിക്കും എന്ന് പറയുന്ന വിഷയം ഇതിനകത്ത് കടന്നു വന്നിട്ടില്ല. നമുക്ക് ഇരുന്നിട്ട് കാൽ നീട്ടാം. വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പഠനങ്ങളൊക്കെ ആവശ്യമുണ്ട്. പെട്ടെന്ന് കയറി 100 ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം നടത്തി എന്നേക്കുമായിട്ട് ഫ്രീസറിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഗൗരവത്തോടെ പഠിച്ചുകൊണ്ട് പദ്ധതികൾ അനൗൺസ് ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതായിരിക്കും.